ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണ മൈസൂർ പാക്ക് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയാലോ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടത് നമുക്ക് കടലപ്പൊടിയാണ്. 1 കപ്പ് കടലപ്പൊടി, അത് ഞാൻ 250 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 1 കപ്പ് കടലപ്പൊടി എടുത്തിട്ട് അതിലെ വേസ്റ്റൊക്കെ ഒന്ന് തരിച്ച് ഒഴിവാക്കി, വേസ്റ്റ് ഒന്ന് ഒഴിവാക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഓയിലാണ്. അത് സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, പാം ഓയിലായാലും കുഴപ്പമില്ല, നെയ്യ് ആയാലും വേണ്ടില്ല കേട്ടോ. നെയ്യ് ഉരുക്കിയിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്താലും വേണ്ടില്ല. കുറച്ചൊരു പാകത്തിന് നമ്മൾ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് ഈ ഒരു പരുവാകണത് വരേക്കും നമ്മളത് ഒഴിച്ച് ഇളക്കി കൊടുക്കണം. ലൂസ് പരുവത്തിലാവണം കേട്ടോ. ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് നമ്മൾക്ക് വേണ്ടത് പിന്നെ ഒരു അടിയിൽ പിടിക്കാത്തൊരു പാന് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഒഴിച്ചിട്ട് പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. അത് നല്ലോണം ഒരു ബബിൾ രൂപത്തിലാകണ വരേക്കും നമ്മൾ ഇത് കൈ വെക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അടി പിടിക്കരുത്. പിന്നെ നല്ലോണം ആയിട്ട് നമുക്ക് ഇതിൻ്റെ പരുവെന്ന് പറയണത് ഒരു നൂൽപ്പരുവാവില്ലതാ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഞാൻ എടുത്ത വീഡിയോ, ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഒരു കൈ കൊണ്ട് ഉണ്ടാക്കലും കൂടാണ്. അപ്പോൾ ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. അത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ തീ സിമ്മിലാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതൊഴിച്ചിട്ട് നല്ലോണം കൈ വെക്കാതെ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കുക. ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന ഒരു രൂപത്തിലൊക്കെ ആവില്ലേ, അതുപോലെ ആ ഒരു രൂപത്തിലാണ് വരെ നമ്മൾ പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ആക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഇങ്ങനെ ബബിളൊക്കെ വരുന്ന ഒരു ചിലന്തി വലൻ്റെ ഒക്കെ രൂപത്തിലൊക്കെ ആവണ വരേക്കും നമ്മളതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ രൂപത്തിലായി കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂകിയിട്ട് നമ്മളത് മാറ്റി വെക്കണം. കാരണം ഇത് പെട്ടെന്ന് സെറ്റാവും. നമ്മൾ ഇതായിക്കഴിഞ്ഞാൽ വേഗം അതിലേക്ക് ഒഴിക്കലും സെറ്റാക്കലും കട്ട് ചെയ്യലും കഴിയണം കേട്ടോ. ചൂടോടുക്കെ തന്നെ കട്ട് ചെയ്യണം നിങ്ങൾ, അത് മറന്നു പോകരുത്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനൊന്ന് സെറ്റാക്കി അപ്പം തന്നെ കത്തി വെച്ചിട്ട് നമ്മൾ മൈസൂർ പാക്കിൻ്റെ രൂപത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൈസൂർ പാക്കാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ.